IPS തലപ്പത്ത് മാത്രമല്ല IAS തലപ്പത്തും പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. TV പ്രസാദ് നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് ഈവനിങ് TV പ്രസാദ്. നാളെയാണ് ആ നിർണായക ഹിയറിംഗ്. ഇതിനകം തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ഹിയറിംഗ് ആയി ഇത് മാറുകയാണ്. അത് ചീഫ് സെക്രട്ടറിക്കെതിരെ N പ്രശാന്ത് നടത്തുന്ന തുറന്നെഴുത്തിലൂടെയൊക്കെയാണ് നമുക്കിടയിലും അത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഇരുകൂട്ടരും തയ്യാറല്ല. IAS രണ്ട് ചേരികളായി നിൽക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സുജയ, കഴിഞ്ഞ കുറച്ചു കാലമായി ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ നമ്മുടെ IAS-കാർക്കിടയിൽ സജീവമാണ്. അത് പൊതുസമൂഹവും ഏറ്റെടുത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ എല്ലാം തുടക്കം സുജയ, ഈ IAS തലപ്പത്തെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, അത് K ഗോപാലകൃഷ്ണൻ IAS മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വലിയ വാർത്തയാവുകയും ചെയ്തതാണ്. അതായത് മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാര്യം അത് മാധ്യമങ്ങളെ അറിയിച്ചത് N പ്രശാന്ത് ആണെന്നായിരുന്നു K ഗോപാലകൃഷ്ണൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ K ഗോപാലകൃഷ്ണൻ്റെ വിശ്വസ്തനായ ജയതിലക് IAS-ഉം K ഗോപാലകൃഷ്ണനും ചേർന്ന് ഇല്ലാത്ത ഒരു റിപ്പോർട്ട് മാതൃഭൂമി പത്രത്തിന് ചോർത്തിക്കൊടുത്തു എന്നായിരുന്നു ആ വിവാദത്തിൻ്റെ തുടക്കം. N പ്രശാന്ത് ആയിരുന്നു ആ ആരോപണം ഉന്നയിച്ചത്. അതായത് N പ്രശാന്ത് മല്ലു ഹിന്ദു വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ചോർത്തിക്കൊടുത്തതുകൊണ്ട് N പ്രശാന്തിനെതിരെ ഇല്ലാത്തൊരു റിപ്പോർട്ട് എടുത്ത് മാതൃഭൂമിക്ക് കൊടുത്തു എന്നതാണ്. അതിനെ തുടർന്നാണ് പിന്നീട് ചർച്ചയുണ്ടായത്. ആ റിപ്പോർട്ട് എന്നുള്ളത് ഉന്നതിയുടെ CEO ആയിരിക്കെ N പ്രശാന്ത് IAS ആ ഫയലുകൾ കൈമാറാതെയാണ് അടുത്ത സ്ഥാനത്തേക്ക് കൃഷി വകുപ്പിലേക്ക് പോയത് എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് മന്ത്രിയുടെ ഓഫീസ് തന്നെ അത് സ്ഥിരീകരിക്കുന്ന സ്ഥിതിയുണ്ടായി. ഫയലുകൾ മുഴുവൻ കൈമാറിയതിന് ശേഷമാണ് പ്രശാന്ത് പോയതെന്ന്. ആ വിവാദം അങ്ങനെ കത്തി നിൽക്കുന്നതിനിടയിലാണ് K ഗോപാലകൃഷ്ണൻ IAS-നെയും അതുപോലെ N പ്രശാന്തിനെയും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. അങ്ങനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്ത് അധികം വൈകാതെ തന്നെ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ K ഗോപാലകൃഷ്ണൻ IAS സർവീസിലേക്ക് തിരിച്ചു വരികയും ജയതിലകിനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയും ഫേസ്ബുക്കിൽ പരാമർശം നടത്തിയ N പ്രശാന്ത് IAS പുറത്ത് തന്നെ നിൽക്കുകയും ചെയ്തു. പിന്നീടാണ് N പ്രശാന്ത് IAS-നെ തിരിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ വലിയ തർക്കത്തിലേക്ക് അത് മാറുന്നത്. ഒടുവിൽ ഹിയറിംഗ് തീരുമാനിച്ചു. ഹിയറിംഗ് തീരുമാനിക്കുമ്പോഴാണ് N പ്രശാന്ത് IAS ഒരു പൂഴിക്കടകനിട്ടത്. അതായത് ലൈവ് സ്ട്രീമിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ താൻ ഇതിൽ പങ്കെടുക്കുകയുള്ളൂ എന്നുള്ളത്. പിന്നീട് പ്രശാന്ത് ആഗ്രഹിക്കുന്നത് പോലെ ഹിയറിംഗ് നടത്താമെന്ന ഉത്തരവിറക്കി. പക്ഷേ ആ ഉത്തരവിൽ വ്യക്തതയില്ല എന്നുള്ള ചർച്ച സജീവമായി. ലൈവ് സ്ട്രീമിംഗ് നടക്കും എന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകില്ല എന്ന് പറയുന്ന ഉത്തരവ് തന്നെ ചീഫ് സെക്രട്ടറി ഇറക്കുന്നത്. ഏറ്റവും ഒടുവിൽ സുജയ പറഞ്ഞതുപോലെ ആകാംക്ഷാഭരിതരായി നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്ന ആ ഹിയറിംഗ് നാളെയാണ്. N പ്രശാന്ത് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. ഹിയറിംഗ് കഴിഞ്ഞാൽ പ്രശാന്ത് എന്ത് മറുപടി പറയും, അതിലെന്ത് തീരുമാനമാകും ഉണ്ടാവുക, N പ്രശാന്തിനെ തിരികെ സർവീസിലേക്ക് എടുക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഉറ്റുനോക്കുകയാണ് സുജയ. ഓക്കെ, അപ്പോൾ അതാണ് ആ ചേരിപ്പോരിന്റെ കഥ. R. റോഷിപാലും TV പ്രസാദുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്